നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ ആഞ്ചലോട്ടി ടു ബ്രസീൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും വല്ലാത്ത രൂപത്തിൽ ചർച്ച ചെയ്തൊരു വിഷയമാണത്. ഇതിപ്പോൾ നമ്മളായിട്ടുണ്ടാക്കിയതല്ല, എല്ലാവർക്കും അറിയാവുന്ന പോലെ വളരെ വ്യാപകമായിട്ട് എല്ലാ മാധ്യമങ്ങളിലും നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോ അടക്കം അതുമായി ബന്ധപ്പെട്ട് ഡീല് വെർബൽ എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു, ഇനി ഫോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ, ഓക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കവേ ഇന്നലെ രാത്രിയിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഡീൽ ഓഫാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. CBF എൻസ് നെഗോസിയേഷൻസ് വിത്ത് കാർലോ ആഞ്ചലോട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ്രിക്ക് റെയ്സക്കും കാഷ്യ മോട്ടയും ചേർന്ന് എഴുതിയ ഒരു ലേഖനത്തിലൂടെയാണ് അവർ ഇക്കാര്യം പുറത്തുവിടുന്നത്. റെയ്സക്ക് നമുക്കറിയാം സെലക്കാവോ TV-യുടെ പ്രസൻറ്ററൊക്കെ ആണല്ലോ. അതിനുശേഷം പിന്നെ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നു, റിലീവോ അത് റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ കണ്ടു. ഫബ്രീസിയോ റൊമാനോ റിലീവോയെ കോട്ട് ചെയ്തിട്ടാണ് ഈ വാർത്ത കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഈ ഡീൽ ഓഫായത്, അതായത് ഈ വെർബൽ എഗ്രിമെൻറ്റിലേക്ക് എത്തി ജൂൺ മാസത്തിലെ ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് മുമ്പ് കോച്ചായിട്ട് ആഞ്ചലോട്ടി എത്തുമെന്ന് ഉറപ്പാക്കിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അപ്പോൾ നമ്മളതിലെ കാര്യങ്ങൾ എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്ന് വിശദമായിട്ട് എടുത്ത് നോക്കുകയാണ്. എന്തായാലും ബ്രസീൽ ഇനി കാത്തു നിൽക്കാൻ തയ്യാറല്ല, മതി. കാരണം 2022 വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം പടിയിറങ്ങിയതിന് ശേഷം അവർക്കിതുവരെ പെർമനൻ്റായിട്ട് മികച്ചൊരു കോച്ചിനെ വെക്കാൻ പറ്റിയിട്ടില്ല. ഇനി ഇങ്ങനെ ഒരാളെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി CBF മറ്റ് ഓപ്ഷനുകൾ പരിഗണിക്കുന്നു എന്നാണിപ്പോൾ ഗ്ലോബോ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആഞ്ചലോട്ടി ടു ബ്രസീൽ ഇനി നടന്നേക്കില്ല. പുറകിൽ സംഭവിച്ചതെന്ത്? നമ്മൾ 2 ഘട്ടമായിട്ട് ഇതിനെടുക്കണം. ആദ്യം ബ്രസീലുമായിട്ട് ആഞ്ചലോട്ടി തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 2024 കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് അദ്ദേഹം ടീമിൻ്റെ കോച്ചായിട്ടെത്തും. ഈ വാർത്ത നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് പിന്നീട് ഇല്ലാതാവുകയും ഡൊറിവാൾ ജൂനിയർ കോച്ചാവുകയുമായിരുന്നില്ലേ? അവിടെ മുതൽ നമ്മൾ കാര്യങ്ങൾ എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ നാൾവഴികളിൽ ഒരു വ്യക്തത നമുക്ക് വരികയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ആദ്യം പറയേണ്ടത് 2022 വേൾഡ് കപ്പാണ്. 2022 വേൾഡ് കപ്പോടുകൂടി താൻ ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനം രാജിവെക്കും, അല്ലെങ്കിൽ തൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുന്നതോടുകൂടി താൻ പടിയിറങ്ങും എന്ന് ടിറ്റെ ആദ്യമേ പ്രഖ്യാപിച്ചതാണ്. വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പടിയിറങ്ങുമ്പോൾ ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ കൊടുത്തൊരു റിപ്പോർട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പടിയിറങ്ങിയതിന് ശേഷം റീപ്ലേസ്മെൻ്റായിട്ട് ഒരു ബ്രസീലിയൻ കോച്ചിനെയാണ് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിഞ്ഞു നടത്തമായിരിക്കും, പുറകോട്ടുള്ള സ്റ്റെപ്പ് വെക്കലായിരിക്കും. കാരണം ടിറ്റയോളം മികച്ചൊരു കോച്ചിനെ ഇനി ബ്രസീലിൽ ലഭിക്കാനില്ല എന്ന്. സ്വാഭാവികമായിട്ടും അതങ്ങനെ തന്നെയാണ്, അത് യാഥാർത്ഥ്യമാണ്. മോഡേൺ ഫുട്ബോളിൻ്റെ സങ്കേതങ്ങൾ പഠിച്ച, അതിനുവേണ്ടി കരിയറിൽ ബ്രേക്ക് എടുത്ത് യൂറോപ്പിലുടനീളം കറങ്ങി ആഞ്ചലോട്ടിയുടെ കീഴിലൊക്കെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്നൊരു കോച്ചാണല്ലോ ടിറ്റെ. ആധുനിക ഫുട്ബോളിൻ്റെ സങ്കേതങ്ങൾ ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ വശ്യതയിലേക്ക് സന്നിവേശിപ്പിച്ച കോച്ചായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന് പകരം ഒരാളെ ബ്രസീലിൽ നിന്ന് തന്നെ അപ്പോയിൻ്റ് ചെയ്താൽ അതൊരിക്കലും ഒരു അപ്ഗ്രേഡിങ് ആവില്ല, പകരം ഡൗൺ ഗ്രേഡിങ് ആവും എന്ന് നിരീക്ഷിച്ചവരാണ് അധികവും. അത് തന്നെ സംഭവിച്ചു. അപ്പോൾ ഒരു വിദേശ കോച്ച് വേണം. ആര്? ടിറ്റയ്ക്ക് പകരം കാർലോ ആഞ്ചലോട്ടി എന്നതാണ് അന്ന് എഡ്നാൾഡോ റോഡ്രിഗസ് കണ്ടെത്തിയ ഉത്തരം. ബ്രസീൽ CBFൻ്റെ പ്രസിഡന്റ് എഡ്നാൾഡോ റോഡ്രിഗസ് കണ്ടെത്തിയ ഉത്തരം തീർച്ചയായിട്ടും കാർലോ ആഞ്ചലോട്ടി ആയിരുന്നു. അപ്പോൾ അതിന് ഒറ്റയടിക്ക് കാർലോ ആഞ്ചലോട്ടിയെ കിട്ടില്ല. അദ്ദേഹം റയൽ മാഡ്രിഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ സീസൺ കഴിഞ്ഞിട്ട് 2024 ജൂണിൽ ബ്രസീലിൽ ജോയിൻ ചെയ്യാം എന്ന് വാക്കാലൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നു അവർ. അപ്പോൾ അതുവരെ ബ്രസീൽ ടീമിനെ കൊണ്ടുപോകണം. ബ്രസീൽ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ഉടനെയുള്ള 1-2 മത്സരങ്ങൾ റമോൺ മെനസസിൻ്റെ കീഴിലാണ് കളിച്ചത്. റിസർവ് ടീമല്ല, യൂത്ത് ടീമിൻ്റെ കോച്ചിൻ്റെ കീഴിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്കാലത്ത് ഫ്ലുമിനൻസിൻ്റെ കോച്ചായിരുന്ന ഫെർണാണ്ടോ ഡെനിസിനെ ബ്രസീൽ ടീമിൻ്റെ കോച്ച് കൂടിയാക്കുന്നു. അതൊരു വല്ലാത്ത പരിപാടിയായിരുന്നു. ഇപ്പോൾ നമുക്കത് ഇന്ത്യൻ ഫുട്ബോളിലുള്ളവർക്ക് നമുക്കൊക്കെ അറിയാമല്ലോ. FC ഗോവയുടെ കോച്ചും ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ കോച്ചും ഒരാളായത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന് മുമ്പേ ബ്രസീലിൽ ആ പരിപാടി അവർ നടത്തി. ഫ്ലുമിനൻസിൻ്റെ കോച്ച് ഫെർണാണ്ടോ ഡെനിസ്, അന്താരാഷ്ട്ര മത്സരങ്ങൾ വരുമ്പോൾ അയാൾ തന്നെ ബ്രസീൽ ടീമിൻ്റെ കോച്ച്. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് പരിപാടി. ആ തട്ടിക്കൂട്ട് പരിപാടിക്ക് CBF നിന്നത്
2024 കോപ്പ അമേരിക്ക ആകുമ്പോഴേക്കും വരും, കാർലോ അഞ്ചലോട്ടി വരും എന്ന വിശ്വാസത്തിലാണ്. പക്ഷേ ആ പോക്ക് അധികം നിന്നില്ല. 2023 അവസാനമാകുമ്പോഴേക്കും CBF പ്രശ്നങ്ങൾ ഉണ്ടാവുകയും എഡ്നാൾഡോ റോഡ്രിഗസിന് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനിശ്ചിതാവസ്ഥയിൽ ആഞ്ചലോട്ടി തീരുമാനിച്ചു, ഇല്ല, ബ്രസീലിലേക്ക് പോകുന്നില്ല, ഞാൻ റയലിൽ തന്നെ തുടരുകയാണെന്ന തീരുമാനം അദ്ദേഹം എടുത്തു. കാരണം ബ്രസീലിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലും മറ്റുമൊക്കെ അൺസർട്ടനിറ്റിയാണ്, അത്തരമൊരു ഘട്ടത്തിൽ റിസ്ക്കാണ് അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നു. സോ അദ്ദേഹം റയലിൽ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. റയൽ പിന്നെ ആ സീസണിൽ കിരീടങ്ങൾ കൊണ്ട് അമ്മാനമാടി UCL അടക്കം അവർ നേടുകയും ചെയ്തു. ബ്രസീൽ എന്ത് ചെയ്തു? ബ്രസീൽ ആഞ്ചലോട്ടി വരില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഡൊറിവാൾ ജൂനിയറെ കോച്ചാക്കി. അപ്പോഴേക്കും മറ്റ് പ്രശ്നങ്ങൾ തീർന്നു. എഡ്നാൾഡോ റോഡ്രിഗസ് തന്നെ വീണ്ടും കോടതിയിലൊക്കെ പോയിട്ട് CBF പ്രസിഡന്റ് സ്ഥാനം ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ തുടർന്നു ആ പരിശീലക സ്ഥാനത്ത്. പക്ഷേ ബ്രസീലിന് പിന്നെ ആഞ്ചലോട്ടിയെ കിട്ടില്ല എന്നുള്ള സ്ഥിതിവിശേഷം അപ്പോഴേക്കും സംജാതമായതുകൊണ്ട് തന്നെ അവർ ഡൊറിവാൾ ജൂനിയറെ കോച്ചാക്കിയായിരുന്നു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത്. ഡൊറിവാളിൻ്റെ കീഴിൽ കോപ്പ അമേരിക്ക പൊട്ടുന്നു. പിന്നെ തുടരെ മത്സരങ്ങൾ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാതിരിക്കുന്നു. ഡൊറിവാൾ ജൂനിയറെ ഒടുവിൽ സാക്ക് ചെയ്തു. അങ്ങനെ സാക്ക് ചെയ്ത് നിൽക്കുന്ന ഘട്ടം ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിൽ കാർലോ അഞ്ചലോട്ടിയുടെ ആധിപത്യം, ആ ഒരു പിടി ഒന്ന് അയഞ്ഞു തുടങ്ങിയ സമയമായി. എഡ്നാൾഡോ റോഡ്രിഗസ് ആവട്ടെ CBF വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത ടേമിലേക്ക് കൂടി പ്രസിഡൻ്റായിട്ട്. അപ്പോൾ അദ്ദേഹം അവിടെ സ്ഥാനം ഭദ്രമാക്കി. അദ്ദേഹത്തിൻ്റെ പഴയ സ്വപ്നം വീണ്ടും പൂവണിയിപ്പിക്കാനുള്ള സമയമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഡൊറിവാൾ ജൂനിയർ പറഞ്ഞു വിട്ട ഘട്ടത്തിൽ തന്നെ റയലിലെ ആഞ്ചലോട്ടിയുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം കുറച്ച് എമിസറീസിനെ ബ്രസീലിയൻ CBF റെപ്രസെൻറ്റേറ്റീവ്സിനെ മാഡ്രിഡിലേക്ക് അയക്കുന്നു, ആഞ്ചലോട്ടിയുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു ഡീലിലേക്ക് എത്താൻ വേണ്ടി. പക്ഷേ ഇതൊന്നും ഒഫീഷ്യലി CBF സമ്മതിക്കില്ല, ആഞ്ചലോട്ടിയും സമ്മതിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ വിചാരിച്ചിരുന്ന ഡീൽ ഓക്കെ ആയിട്ടെല്ലാം പബ്ലിഷ് ചെയ്യാമെന്നാണ്. പക്ഷേ ആഴ്ചകളോളമായിട്ട് ബ്രസീലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് മാഡ്രിഡിൽ തമ്പടിച്ചിരിക്കുകയാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ സുഹൃത്തുക്കളുടെ വലിയ വിശ്വാസമുള്ള ആളായ ഫബ്രീസിയോ അടക്കം അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരവിടെ നിന്നുകൊണ്ട് ആഞ്ചലോട്ടിയുമായിട്ട് നെഗോസിയേഷൻ നടത്തി. അപ്പോൾ പ്രധാനമായിട്ടും ഈ നെഗോസിയേഷനെ ചൂട് പിടിക്കുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ റയൽ മാഡ്രിഡിൻ്റെ എക്സിറ്റോടുകൂടിയാണ്. അതിൻ്റെ പിന്നാലെ കോപ്പ ഡെൽ റേയും തോറ്റല്ലോ. അപ്പോൾ പിന്നെ ആഞ്ചലോട്ടി ഈ സീസൺ അവസാനത്തോടുകൂടി പുറത്തേക്ക് എന്ന കാര്യം ഉറപ്പായി. റയൽ മാഡ്രിഡും അങ്ങനെ തന്നെയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിലീവൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആഞ്ചലോട്ടിയെ സാക്ക് ചെയ്യണം സീസൺ അവസാനത്തോടു കൂടി എന്നുള്ളതാണ് താല്പര്യമെന്ന്. ആഞ്ചലോട്ടിക്കാണെങ്കിൽ 2026 വരെ കോൺട്രാക്റ്റുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സാക്ക് ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തെ കോൺട്രാക്റ്റ് കാലയളവ് അവിടെ ഉള്ളത് കൊണ്ട് എക്സിറ്റ് ഫീ കൊടുക്കണം, അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കണം, 1 വർഷത്തേക്കുള്ള സാലറിയുടെ കോമ്പൻസേഷൻ കൊടുക്കണം. അതാണ് വെപ്പ്. അങ്ങനെ കാര്യങ്ങൾ പോകവെയാണ് ബ്രസീലുമായിട്ട് ആഞ്ചലോട്ടി വെർബൽ എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു എന്ന വാർത്ത വരുന്നത്. ആഞ്ചലോട്ടി ആവട്ടെ ഫോർമലി റയൽ മാഡ്രിഡിനെ ഇക്കാര്യങ്ങൾ ഇൻഫോം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അങ്ങനെയാണ്. വാർത്തകളൊക്കെ വരുന്നത് ഈ മീഡിയയിലൂടെയാണ്. ഫ്ലോറന്റീനോ പെരസിനും മറ്റുമൊക്കെ അതിൽ എതിർപ്പുണ്ട്. സ്വാഭാവികമായിട്ടും അവരവരുടെ നിലപാടെടുത്തു. ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുന്നില്ല. അപ്പോൾ പുറത്താക്കുന്നില്ലെങ്കിലോ? അപ്പോൾ പിന്നെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതില്ല. ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായി പോവുകയാണെങ്കിലോ? പോകാം, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അദ്ദേഹമാണ് അവിടെ കോൺട്രാക്റ്റ് ബ്രീച്ച് ചെയ്യുന്നത്. ക്ലബിന് അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ട ബാധ്യതയില്ല. ആ നിലപാടിലേക്കാണ് റയൽ പോയത്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. അദ്ദേഹത്തെ സാക്ക് ചെയ്യാൻ പോകുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കണം. പക്ഷേ അദ്ദേഹം ബ്രസീലുമായിട്ട് ആ ഒരു ഡീലിലെത്തിയെങ്കിൽ പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാനാണ് റയൽ അവിടെ നോക്കിയത്. ആഞ്ചലോട്ടിക്ക് സ്വാഭാവികമായിട്ടും അത് അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അദ്ദേഹം കാര്യം ബ്രസീലിനോട് അറിയിക്കുന്നു, CBF അറിയിക്കുന്നു, ഇല്ല, ഇങ്ങനെ എക്സിറ്റ് ക്ലോസിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ബ്രസീലിലേക്ക് ഇപ്പോൾ എത്താൻ പറ്റില്ല. മാത്രമല്ല ജൂൺ മാസത്തേക്ക് എന്തായാലും എത്താൻ കഴിയില്ല. ജൂലൈ മാസത്തോടു കൂടിയാണ് ഇനി അവൈലബിൾ ആവുക. ഓഗസ്റ്റ് മാസത്തോടു കൂടി എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണ് അവൈലബിൾ ആവുക എന്ന നിലപാടിലേക്ക് അദ്ദേഹവും പോയപ്പോൾ ഡീൽ അവിടെ ഓഫ് ആവുകയായിരുന്നു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ നാൾ വഴികൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്തായാലും
റയൽ മാഡ്രിഡും ആഞ്ചലോട്ടിയും തമ്മിൽ വഴി വിരിയും എന്ന് തന്നെയാണ് ഫബ്രീസിയോക്ക് എപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ ആ എക്സിറ്റ് ടേംസ് കൃത്യമായിട്ട് ഇനിയും തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. ബ്രസീലിനാവട്ടെ അത്രയും കാലം കാത്തു നിൽക്കാനുള്ള സമയവുമില്ല. മെയ് 18 ബ്രസീലിന് അടുത്ത മത്സരങ്ങൾക്കുള്ള സ്ക്വാഡ് ഫിഫയെ അറിയിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ മെയ് 18 എന്നുള്ളത് ഒരു ഡെഡ് ലൈൻ ഡേറ്റാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ജൂൺ മാസത്തിൽ ബ്രസീലിന് മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങൾക്ക് വേണ്ടി മെയ് അവസാനത്തോടു കൂടി സ്ക്വാഡ് പ്രഖ്യാപിക്കണം. അത് പ്രഖ്യാപിക്കാൻ ഇവിടെ കോച്ചില്ല. റൊണാൾഡോ റോഡ്രിഗസ് ആഗ്രഹിക്കുന്നത് ആ മത്സരങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കോച്ച് വേണം എന്നുള്ളതാണ്. സോ ബ്രസീലിന് പ്രതിസന്ധിയുണ്ട് എന്നുള്ളതുകൊണ്ട് കാത്തിരിക്കാൻ ബ്രസീലും തയ്യാറല്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഡീൽ ഓഫാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിച്ചാൽ നമുക്കപ്പോൾ ചർച്ച ചെയ്യാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.